അതിരുകൾ ഭേദിച്ച് വേഗതയുടെ കൊടുമുടിയിലേക്ക് ഇന്ത്യ കുതിച്ചുയരുകയാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ തലവര മാറ്റിയെഴുതുന്ന ഒരു വിപ്ലവാത്മകരമായ വികസന പദ്ധതിക്കാണ് നാം ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. നമ്മുടെ റെയിൽപാളങ്ങൾ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയരുന്നു. നമ്മുടെ യാത്രാ സമയം വെറും മണിക്കൂറുകളായി ചുരുങ്ങുന്നു. ഇന്ത്യയുടെ ബുള്ളറ്റ് ട്രെയിൻ സ്വപ്നം യാഥാർത്ഥ്യമാകുന്നു. എങ്ങനെയാണ് ഈ മെഗാ പ്രോജക്റ്റ് രാജ്യത്തിൻ്റെ ഗതി മാറ്റാൻ പോകുന്നത്? നമുക്ക് നോക്കാം. എഞ്ചിനീയറിംഗ് മേഖലയിലെ ഒരു അത്ഭുതം തന്നെയാണ് ഈ പദ്ധതി. ഇന്ത്യയിലെ ആദ്യത്തെ കടലിനടിയിലൂടെയുള്ള അതിവേഗ റെയിൽ തുരങ്കം ഉൾപ്പെടുന്ന ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിയുടെ ഏറ്റവും വലിയ ആകർഷണം കടലിനടിയിലൂടെയുള്ള തുരങ്കം തന്നെയാണ്. ഒരേ സമയം രണ്ട് ദിശയിലേക്കും ട്രെയിനുകൾക്ക് യാത്ര ചെയ്യാൻ കഴിയുന്ന രീതിയിലാകും നിർമ്മാണം. ആധുനിക സുരക്ഷാ ഉപകരണങ്ങൾ തുരങ്കത്തിൽ സ്ഥാപിച്ചിട്ടുമുണ്ട്. L&T പോലുള്ള ഇന്ത്യൻ കമ്പനികൾ ജപ്പാനിലെ ഷിൻകാൻസൺ സാങ്കേതിക വിദ്യയുമായി കൈകോർത്താണ് പദ്ധതി പൂർത്തീകരിക്കുക. നമ്മൾ പരീക്ഷണ ഓട്ടങ്ങളെക്കുറിച്ചല്ല സംസാരിക്കുന്നത്. 2027 ഓഗസ്റ്റിൽ ഇന്ത്യയുടെ ആദ്യ ബുള്ളറ്റ് ട്രെയിൻ സർവീസ് വാണിജ്യാടിസ്ഥാനത്തിൽ പ്രവർത്തനം തുടങ്ങുകയാണ്. ഗുജറാത്തിലെ സൂററ്റിനും വാപ്പിക്കും ഇടയിലുള്ള 100 കിലോമീറ്റർ ദൂരമാണ് ഈ ചരിത്രപരമായ തുടക്കത്തിന് സാക്ഷ്യം വഹിക്കുക. ഇതൊരു ട്രയൽ റൺ അല്ല, മറിച്ച് ഇന്ത്യയുടെ ലോക നിലവാരമുള്ള അതിവേഗ യാത്രയുടെ തുടക്കമാണ്. വേഗതയാണ് ബുള്ളറ്റ് ട്രെയിൻ സർവീസ് ഇന്ത്യക്ക് നൽകുന്ന പ്രധാന വാഗ്ദാനം. 508 കിലോമീറ്റർ നീളമുള്ള മുംബൈ അഹമ്മദാബാദ് അതിവേഗ ഇടനാഴിയുടെ പണി 2029 പൂർത്തിയാകും. അതോടെ 320 കിലോമീറ്റർ വേഗതയിൽ കുതിക്കുന്ന ഈ ട്രെയിനുകൾ യാത്രാ സമയം 5.5 മണിക്കൂറിൽ നിന്നും 2 മണിക്കൂർ 17 മിനിറ്റായി കുറയ്ക്കും. എന്നാൽ ഈ വേഗത വെറും യാത്രയ്ക്ക് മാത്രമല്ല, നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്കും അത് വലിയ ഉണർവേകും. യാത്രാ സമയം കുറയുന്നതിലൂടെ ഉൽപാദനക്ഷമത വർദ്ധിക്കുകയും വ്യാപാര വാണിജ്യ ബന്ധങ്ങൾ കൂടുതൽ ശക്തിപ്പെടുകയും ചെയ്യും. ഇതാണ് ഇന്ത്യയുടെ യഥാർത്ഥ കുതിപ്പ്. ജപ്പാനിലെ സെൻഡായിൽ വെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജപ്പാൻ പ്രധാനമന്ത്രി ഷിഗേരു ഇഷിബായുമൊത്ത് ഷിൻകാൻസൻ ബുള്ളറ്റ് ട്രെയിനിൽ യാത്ര ചെയ്ത് ഇന്ത്യയുടെ അതിവേഗ റെയിൽ സ്വപ്നത്തിന് അടിവരയിടുകയായിരുന്നു. ഏറ്റവും നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയാണ് ഓരോ അടിപ്പാതയും പാലവും നിർമ്മിക്കപ്പെടുന്നത്. നമ്മുടെ എഞ്ചിനീയറിംഗ് ലോകോത്തര നിലവാരത്തിലേക്ക് ഉയരുകയാണ്. 1964 പ്രവർത്തനം ആരംഭിച്ച ഷിൻകാൻസൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ട്രെയിൻ സംവിധാനങ്ങളിൽ ഇതുവരെ ഒരു യാത്രക്കാരന് പോലും അപകടത്തിൽ ജീവൻ നഷ്ടമായിട്ടില്ല. ലോക റെയിൽവേ ചരിത്രത്തിലെ ഏറ്റവും മികച്ച സുരക്ഷാ റെക്കോർഡുകളിലൊന്നാണിത്. ഈ അതിവേഗ ട്രെയിൻ സമ്പന്നർക്ക് മാത്രമുള്ളതല്ല. റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് അക്കാര്യത്തിൽ ഉറപ്പ് നൽകിയിട്ടുണ്ട്. ടിക്കറ്റ് നിരക്കുകൾ സാധാരണക്കാർക്ക് താങ്ങാൻ കഴിയുന്ന തരത്തിലുള്ളതായിരിക്കും. ഈ പദ്ധതിയുടെ യഥാർത്ഥ ലക്ഷ്യം ലക്ഷക്കണക്കിന് ഇന്ത്യക്കാർക്ക് ആധുനിക ഗതാഗത സൗകര്യം ലഭ്യമാക്കുക എന്നതാണ്. ഈ ട്രെയിൻ രാജ്യത്തിൻ്റെ വളർച്ചയിൽ എല്ലാ വിഭാഗം ജനങ്ങളെയും പങ്കാളികളാക്കും. ഇന്ത്യയുടെ കുതിപ്പിന് ഇനി വേഗതയേറും. ബുള്ളറ്റ് ട്രെയിൻ ഒരു പുതിയ നാഴികക്കല്ല് സ്ഥാപിക്കുകയാണ്. ഇത് നമ്മുടെ അവസരമാണ്, നമ്മുടെ അഭിമാനമാണ്. നമ്മൾ തന്നെ ഈ മുന്നേറ്റത്തിന് ശക്തി പകരണം.